സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെന്ന സർക്കാർ വാദം പൊളിച്ച് CAG. CAGയുടെ റിപ്പോർട്ടിൽ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ധനവിനിയോഗം സംബന്ധിച്ച് നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലാണ് ഈ പരാമർശം. 18,026.49 കോടി രൂപയാണ് ഇവയുടെ ആകെ നഷ്ടം. ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ചവറ KMML ക്രമക്കേട് നടന്നതായും അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിൽ പകുതിയിലധികവും നഷ്ടത്തിലാണ് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടാതെ KSRTC കൃത്യമായി കണക്ക് നൽകുന്നില്ല എന്നും CAG റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനും നിയമസഭയിൽ നിന്നും ടിൻഡു ദാസും ചേരും. ആദ്യം ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ്, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആകെയുള്ള 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണ് എന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് CAG നിയമസഭയിൽ സമർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. റിപ്പോർട്ട് പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടത്തിലുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് വലിയ തോതിൽ നഷ്ടത്തിലേക്ക് പലതും കൂപ്പുകുത്തുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ പലപ്പോഴും ലാഭത്തിലാണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നു. അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതിയിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു ഇത്തരത്തിൽ നഷ്ടത്തിലായിരുന്നത്. 2023-2024 സാമ്പത്തിക വർഷത്തെ കണക്കുകളിൽ നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം തന്നെ 54 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 34 എണ്ണവും നഷ്ടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഈ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. ഇത് സംസ്ഥാന വ്യവസായ വകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ച വിവരങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ അഡീഷണൽ സെക്രട്ടറി തന്നെ നൽകിയ മറുപടിയിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. മാത്രമല്ല പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജീവനക്കാർ അനുഭവിക്കുന്ന വലിയ ദുരിതം അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നേരത്തെ തന്നെ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ടാക്കോ കേബിളിലടക്കം ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിന്നു. ഒപ്പം തന്നെ അവിടെ ശമ്പളം ലഭിക്കാതെ ജീവനക്കാർ ആത്മഹത്യയുടെ വക്കിലേക്കും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. നിലവിൽ KEML ഒപ്പം തന്നെ ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ, കയർഫെഡ്, സീതാറാം ടെക്സ്റ്റൈൽ ലിമിറ്റഡ്, ഹാൻഡെക്സ്, ഹാൻഡ്വീവ്, ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്, കാപ്രക്സ്, ട്രാക്കോ കേബിൾ കമ്പനി എന്നിവയെല്ലാം തന്നെ നഷ്ടത്തിലാണ് എന്ന വിവരങ്ങളായിരുന്നു നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഒപ്പം തന്നെ കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയ 20 വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമാണ് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു ലാഭത്തിൽ പോയിരുന്നത്. അതായത് ബഹുഭൂരിപക്ഷവും 54 എണ്ണത്തിൽ 34 എണ്ണവും നഷ്ടത്തിലോടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു. സർക്കാർ ഈ വ്യവസായ സംരംഭങ്ങളെ അതിജീവനത്തിന്റെ വഴിയെ കൊണ്ടുപോകുന്നു എന്ന് അവകാശപ്പെടുകയും അതിന് വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നെല്ലാം അവകാശപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പല കമ്പനികളും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കൂപ്പുകുത്തിയിരുന്നത്. ഒരു സ്ഥാപനത്തെയും കൃത്യമായി ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നില്ല. അതിന്റെ യഥാർത്ഥ കണക്കുകൾ തന്നെയാണ് ഇന്ന് നിയമസഭയിൽ കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായങ്ങളോടുള്ള നിലപാട്, കാരണം നേരത്തെ ഇവിടെ വ്യവസായ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയിരുന്നത് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും, വ്യവസായികൾക്ക് എല്ലാവിധ നാഴിക കല്ലുകൾ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടനാഴികൾ ഒരുക്കുമെന്നെല്ലാമായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. എങ്കിൽ ഒരിക്കൽ പോലും സംസ്ഥാനത്തുണ്ടായിരുന്ന വ്യവസായികളെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ പോലും ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സർക്കാരായി മാറി എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ഈ പുറത്തു വരുന്ന കണക്കുകൾ. അത് സ്ഥിരീകരിക്കുന്നതും കൂടുതൽ അത് ഉറപ്പുവരുത്തുന്നതും തന്നെയായ വിവരങ്ങളാണ് അനുബന്ധമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ള 131-ൽ 77 എണ്ണവും നഷ്ടത്തിലാണ് എന്നുള്ള കണക്കാണ് CAG ഈ കണക്ക് നിയമസഭയിൽ വെച്ചിരിക്കുന്നു. നിയമസഭയിൽ നിന്ന് ടിൻഡു ദാസ് കൂടി ചേരുന്നു. ടിൻഡു ദാസ്, ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷകരാണ്
എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിൽ കൊണ്ടുവരുന്ന വലിയ വ്യവസായ നയം തന്നെയാണ് പിണറായി സർക്കാരിന് ഉള്ളത് എന്ന് മന്ത്രിമാർ ഓരോ വേദിയിലും ഘോരം പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ കണക്കുകൾ അങ്ങനെയല്ലല്ലോ വ്യക്തമാക്കുന്നത്. CAG നൽകിയ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ആകെയുള്ള 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണ്. KSRTC ആകട്ടെ കണക്ക് പോലും വെക്കുന്നില്ല. ഇത്തരത്തിൽ നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങൾ മാത്രം വിളമ്പാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതിനെല്ലാം സർക്കാർ വാരിക്കോരി നൽകുന്നു. പക്ഷേ ലാഭങ്ങളില്ല, നഷ്ടക്കണക്കുകൾ മാത്രം. ഇത് സംസ്ഥാനത്തിൻ്റെ വ്യവസായ നയത്തിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ടിൻഡു ദാസ്. സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധമെടുത്ത സർക്കാരാണ് ഈ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുന്ന സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന CAG റിപ്പോർട്ട് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണെന്നാണ് CAG കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവയുടെ ആകെ നഷ്ടമെന്ന് പറയുന്നത് 18,026.49 കോടി രൂപയാണ്. 55 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെന്ന് പറയുമ്പോഴും ഈ നഷ്ടത്തിന്റെ കണക്കുകൾ നമുക്ക് എടുത്തു പറയാതെ വയ്യ. ലാഭകരമല്ലാത്ത അടച്ചത് പൂട്ടണമെന്നാണ് CAG അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിലുള്ള കമ്പനികൾ അടച്ചു പൂട്ടിക്കൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങണം. അതോടൊപ്പം തന്നെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഈ അടച്ചുപൂട്ടാനുള്ള നടപടികൾ ഊർജിതമാക്കാനും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയിലെ കണക്കുകൾ നൽകുന്നില്ല എന്ന് CAG പറയുന്നു. 2016 ശേഷം KSRTC ഓഡിറ്റ് രേഖകൾ നൽകിയിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയുന്ന പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് KSRTC തന്നെയാണ്. ആ KSRTC 2016 മുതലുള്ള കണക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാഭ നഷ്ട കണക്കുകൾ ഇതുവരെ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടില്ല എന്ന കാര്യവും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനവിനിയോഗവും വരവ് ചെലവുകളെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ ഡാറ്റകൾ അടങ്ങിയ കണക്കുകളാണ് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KMMLന്റെ കരാറുകൾ അല്ലെങ്കിൽ ടെൻഡറുകൾ, ഈ ടെൻഡറുകളൊക്കെ വിളിച്ചിട്ടുള്ളത് നിയമവിധേയമായിട്ടല്ല ഈ ടെൻഡറുകൾ വിളിച്ചിട്ടുള്ളത്. ഈ ടെൻഡറുകളൊക്കെ വീണ്ടും ഒന്നുകൂടി ഊർജിതമായിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ആളുകളെ കൊണ്ട് ഈ ടെൻഡർ നടപടികൾ നടത്തിപ്പിക്കണമെന്നും CAG റിപ്പോർട്ട് പറയുന്നു. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2020-21 കാലയളവ് നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരി കൊറോണ ലോകമാകെ വ്യാപിച്ച ഒരു സമയമായിരുന്നു. ഈ സമയത്ത് കൊറോണ ബാധിതർക്കായി 1000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിയിൽ പലയിടങ്ങളിലും ഗുണഭോക്താക്കൾക്ക് ഇപ്പോഴും തുക കിട്ടിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇപ്പോഴും കോടിക്കണക്കിന് രൂപ പെൻഡിംഗ് ആയി തന്നെ കിടക്കുന്നില്ല. ആ തുക വിനിയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതിലിപ്പോഴും ഈ തുക ലഭിക്കേണ്ട ഗുണഭോക്താക്കൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല അക്കൗണ്ടുകളിലേക്കും, അതായത് ഒന്നിൽ തവണ അക്കൗണ്ടുകളിലേക്ക് ധനസഹായ തുക എത്തിയിട്ടുള്ളതായിട്ട് CAG റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് വാട്ടർ അതോറിറ്റി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവിടെ മാനുവൽ ആയിട്ടുള്ള ബില്ലിംഗ് സംവിധാനമൊക്കെയാണ് നടക്കുന്നത്. അതിലൂടെ തന്നെ ഈ ചെക്ക് ഡ്രാഫ്റ്റ് വഴിയൊക്കെ ഇത് കാണാതാവുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെക്കുകളും ഡ്രാഫ്റ്റുകളും സൂക്ഷിച്ചു വെക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് വരുമാന നഷ്ടം, റവന്യൂ തുടരുക. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, സ്വാഗതം. ഈ CAG നൽകിയ കണക്ക്, അത് അങ്ങ് ആ കണക്ക് ഇപ്പോൾ ആ വാർത്ത കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. CAG ഇപ്പോൾ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണ് എന്നുള്ള കണക്കാണ്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷകരാണ്. എല്ലാ ലാഭത്തിൽ കൊണ്ടുവരുന്ന വലിയ വ്യവസായ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് അല്ലെങ്കിൽ വിൽക്കാൻ ഒരുങ്ങുന്ന സ്ഥാപനങ്ങൾ പോലും ഞങ്ങൾ വാങ്ങി അതെല്ലാം ഗംഭീരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരാണ് എന്നൊക്കെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും CAG റിപ്പോർട്ടിൽ പറയുന്നു 131-ൽ 77 എണ്ണവും നഷ്ടം. KSRTC ആകട്ടെ അത് നഷ്ടങ്ങളുടെ മേൽ നഷ്ടം ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, അതാവട്ടെ കണക്ക് പോലും നൽകുന്നില്ല. എങ്ങനെ കാണുന്നു CAG റിപ്പോർട്ടിനെ ഡോക്ടർ മോഹൻ വർഗീസ്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ ഭരണകൂടത്തിൽ സംഭവിച്ചിരിക്കുന്ന അനിവാര്യമായ
ഒരു ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രത്യയശാസ്ത്രപരമായി ഇടതുപക്ഷ ഐഡിയോളജിയോടൊപ്പം നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ലാഭകരമായി നടത്തുക എന്നത് യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പൊതുവെ ആ ഒരു നിലപാടാണ് ഗവൺമെന്റ് ഓഫ് കേരള എടുത്തിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ മുഖമെന്ന് പറയുന്നത് വളരെ വികൃതമാണ്. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 നഷ്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കെടുകാര്യസ്ഥത മൂർധന്യത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് പുനരുദ്ധരിക്കാനുള്ള കർമ്മ പദ്ധതികളില്ലാതെ തീർച്ചയായും ആ ഒരു പ്രത്യയശാസ്ത്രം മാത്രം ഒരു സെയിലബിൾ പോയിന്റായി വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പൊള്ളത്തരമാണ് ഇപ്പോൾ അത് വെളിവായിരിക്കുന്നത്. അതുകൊണ്ടാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് നാഷണൽ ഫിനാൻസിന്റെ വാച്ച് ഡോഗ് ആണ്. എവിടെയാണ് ഗവൺമെന്റ് അനുവദനീയമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ അനാരോഗ്യപരമായ രീതിയിലെ ചെലവുകൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പൊതുഖജനാവിൽ നിന്നും പണം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ എത്രത്തോളം ബാധ്യതയാകുന്നു ജനങ്ങൾക്ക്, ഇതെല്ലാം കണ്ടെത്തുന്ന സമിതിയാണല്ലോ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ കൺട്രോളർ ഓഡിറ്റർ ജനറൽ CAG റിപ്പോർട്ട് നിയമസഭയിൽ ടേബിൾ ചെയ്യുമ്പോൾ വരുന്ന കണക്കുകൾ എന്ന് പറയുന്നത് പൊതുവെ നാട്ടുകാരോട് പറയുന്ന, ജനങ്ങളോട് സംവദിക്കുന്ന ആ കണക്കുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അപ്പൊ ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് തീർച്ചയായും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാകണം, സ്വകാര്യ മൂലധനം ഇവിടെ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ആ നയവ്യതിയാനത്തോടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണിത്. ഇപ്പോൾ പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് വലിയ തോതിലുള്ള ഷിഫ്റ്റ് ഇവിടെ ആവശ്യമാണ് എന്ന ഒരു ബോധം ഒരുപക്ഷെ ഗവൺമെന്റിന് ഉണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ, കേരളത്തിലെ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ ഒരു നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പുതിയ ഒരു ദിശാബോധത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്, യാഥാർത്ഥ്യബോധമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു വശത്ത് അത് സംഭവിക്കുമ്പോൾ മറുവശത്ത് കൈവശമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥത അത് ഭീതിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് യഥാർത്ഥ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ധവളപത്രം സർക്കാർ പുറത്തിറക്കേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നുമുണ്ട്. അതെ, അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ KSRTC കണക്ക് നൽകുന്നതേ ഇല്ല. അത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ അവർക്ക് നൽകാനുള്ളൂ, മറ്റൊന്നും നൽകാനില്ല. പക്ഷേ CAG പറയുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്, നഷ്ടമായാലും ലാഭമായാലും കണക്കുകൾ സമർപ്പിക്കണമല്ലോ. പക്ഷേ KSRTC കുറേ കാലങ്ങളായി അതിൻ്റെ കണക്ക് പോലും സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. എന്നത് ഒരു പൊതുമേഖലാ സംരംഭത്തിന്റെ, അത് കമ്പനി ആയിക്കൊള്ളട്ടെ, പൊതുമേഖലാ കോർപ്പറേഷൻ ആയിക്കൊള്ളട്ടെ, അത് ഏറ്റവും ആവശ്യമായ കാര്യമെന്ന് പറയുന്നത് പൊതുമേഖലയാണ്. ഖജനാവിൽ നിന്നും ഒരു പണം, ഒരു നയ പൈസയെങ്കിലും ചെലവഴിക്കുന്നുവെങ്കിൽ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റിയെ മറികടക്കാൻ വേണ്ടിയാണ് ഈ കണക്കുകൾ മറച്ചു വെക്കുന്നത്. ഈ കണക്കുകൾ അത്ര സുഖകരമായ ഒരു കാര്യമല്ല. നഷ്ടത്തിന്റെ കണക്കുകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ വിമർശനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ചെയ്യുന്ന ഒരു ചൊടുക്ക് പണി മാത്രമാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കാതിരിക്കുക. ഇത് ഇംഗ്ലീഷിൽ പറയുന്ന പുഷിംഗ് തിങ്സ് അണ്ടർ ദ കാർപ്പറ്റ്. ഒരു കാർപ്പറ്റിനടിയിലേക്ക് മാലിന്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭദ്രം. KSRTCയിൽ പൊതുവെ എല്ലാം ഭദ്രം. ബസ്സുകൾ ഓടുന്നത് കാണുന്നുണ്ട്, കണ്ടക്ടർമാരും ഡ്രൈവർമാരെ ആളുകൾ കാണുന്നുണ്ട്, യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ ഇവിടെ എല്ലാം ഭദ്രം എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിന്റെ ഒരു രംഗമാണ് കാണുന്നത്. പക്ഷെ പ്രതീതി കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒരു ഭരണകൂടത്തിന് ഈ പ്രതീതി ജനിപ്പിച്ച് മാത്രം കുറെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാത്രം എക്കാലത്തും മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് ഈ KSRTCയുടെ എപ്പിസോഡിൽ നിന്നും നമുക്ക് മുന്നോട്ട് കാണുന്നത്. ഇതുകൊണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ അന്വേഷണമാണ് അവിടെ ആവശ്യം. തീർച്ചയായും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഉള്ളപ്പോഴാണ് KSRTC ഇതിൻ്റെ കണക്കുകൾ സമർപ്പിക്കുന്നതേ ഇല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുന്നത് പൊതുവെ ആശ്വാസകരമായ കാര്യമല്ല. അത് സംസ്ഥാനത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മോശമായി ബാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടർ മോഹൻ വർഗീസ് പങ്കുവച്ചത്. നമ്മൾ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു. ജിജീഷ്, ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന സംസ്ഥാന സർക്കാർ അവരുടെ പൊതുനയമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമെങ്കിലും, അത് വാക്കാൽ പറയാമെങ്കിലും, പക്ഷേ അത് നടത്തുന്ന കാര്യത്തിൽ, അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ നഷ്ടം തന്നെയാണ് വരുന്നത്. യാഥാർത്ഥ്യം അതാണ്. യാഥാർത്ഥ്യം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. യാഥാർത്ഥ്യമായ കണക്ക് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും, അതായത് 80% മുകളിലും നഷ്ടത്തിലാണ് എന്നുള്ള കണക്കുകൾ വരുന്നു.
അപ്പോൾ പി രാജീവ്, അദ്ദേഹം എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ്, വ്യവസായ മന്ത്രി. അദ്ദേഹം എല്ലാ സ്ഥലത്തും പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷകരാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇനിയും ഈ നയവുമായി മുന്നോട്ട് പോയാൽ കൂടുതൽ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ സർക്കാർ നയം മാറ്റും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും പി രാജീവിൻ്റെ നിലപാടുകൾ, അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന് കരുതാൻ കഴിയുമോ ജിജീഷ്? വിനോദ്, ഇക്കാര്യത്തിൽ പലപ്പോഴും പി രാജീവിന്റെ പ്രസംഗവും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളും പ്രസ്താവനകളും പ്രവൃത്തിയും തമ്മിൽ വലിയ ഒരു വ്യത്യാസം തന്നെയാണ് ഉള്ളത്. പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം തീർത്തും പരാജയമാണ്. അങ്ങനെ തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണവും അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളും എല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ അടക്കം ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം പലയിടത്തും ജീവനക്കാർക്കടക്കം കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം തുടർച്ചയായി സംജാതമാകുന്നു. ഇതിനെല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ തലത്തിലുള്ള യൂണിയനുകളുടെ ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും CITU യൂണിയൻ തന്നെയാണ് പല ഘട്ടങ്ങളിലും അതിന്റെ നേതാക്കൾ അടക്കം ചെലുത്തുന്ന ചില സമ്മർദ്ദങ്ങളെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള കടുംപിടുത്തങ്ങൾ പലപ്പോഴും വലിയ ഓർഡറുകൾ നിരസിക്കപ്പെടുന്നതിനുള്ള കാരണമാകുന്നു. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്. താല്പര്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കാനും അതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ ഓർഡറുകൾ എടുക്കുന്ന ഒരു നടപടി പലപ്പോഴും ഉണ്ടാകുന്നു എന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ ഒരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സർക്കാർ അത് തിരിച്ചു പിടിക്കാനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെ KSRTC അടക്കം വലിയ ഒരു നഷ്ടം നേടുന്നത് കൃത്യമായ കണക്കുകളാണ്, നഷ്ടക്കണക്കുകളാണ് മുന്നിൽ. തുടരുക. നമ്മൾക്ക് നിയമസഭയിൽ നിന്നും ടിൻഡുദാസും ഉണ്ട്, അതേപോലെ തന്നെ പൊതുപ്രവർത്തനായിട്ടുള്ള ഡിജോ കാപ്പൻ കൂടി ചേരുന്നു. ഡിജോ കാപ്പൻ, സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും അവരുടെ പ്രചാരണ വാക്യമായി തന്നെ അവർ പറയാറുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ വളരെ വിരോധാഭാസമാണ്. 131-ൽ 77 നഷ്ടത്തിലാണ്. KSRTC ആകട്ടെ കണക്ക് നൽകുന്നതേ ഇല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നുള്ള ഒരൊറ്റ പേരിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകും? സ്വകാര്യ സംരംഭകരെ അവരെ അടിച്ചോടിക്കുന്ന നയം സംസ്ഥാന സർക്കാർ മാറ്റേണ്ടതല്ലേ ഡിജോ കാപ്പൻ? ഉറപ്പായിട്ടും അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ജനങ്ങളിലേക്ക് വരികയാണ്. അത് രണ്ട് തരത്തിലാണ് ബാധ്യത ജനങ്ങളിലേക്ക് വരുന്നത്. ഒന്ന് നേരിട്ട് ബാധ്യത വരുന്നുണ്ട്, രണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്നുണ്ട്. നേരിട്ട് ബാധ്യത വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ KSRTC ഇവിടെയൊക്കെ നഷ്ടം വരുമ്പോഴേക്കും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ചാർജ് വർധനവ്, ഈ രണ്ട് കാര്യങ്ങൾക്കുണ്ടാകുന്നത് ഈ നഷ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 10 പൈസ ഉൽപാദന ചെലവ് മാത്രമുള്ള ഇടുക്കിയിലെ വൈദ്യുതി ഇവിടുത്തെ ഉപഭോക്താക്കളുടെ കയ്യിലോട്ട് എത്തുമ്പോഴേക്കും 4.5 രൂപ മുതൽ 6.5 രൂപ അല്ലെ 7 രൂപ വരെ ആകുന്നതിന്റെ കാരണം ഈ വലിയ നഷ്ടമാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നഷ്ടമാണെങ്കിൽ അവിടുത്തെ ശമ്പള വർധനവ് ഗവൺമെന്റിന്റെ മുൻകൂട്ടി അനുമതി വാങ്ങിയിട്ടേ നടത്താവുള്ളൂ എന്നാണ് നിയമം. പക്ഷെ ഈ കഴിഞ്ഞ 2 ശമ്പള വർധനവും ഈ നഷ്ടത്തിലോടുന്ന കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശമ്പള വർധനവ് ഒരു സർക്കാരിന്റെ അനുവാദവും വാങ്ങാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ശമ്പള വർധനവാണ് KSB വരിക്കുന്നത്. അതായത് 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് ഇന്ത്യയിലെ ആവറേജ് ശമ്പളം എന്ന് പറയുന്നത് 1 രൂപയിൽ താഴെയാണ്. ഇവിടെ അത് 3 രൂപയാണ്. അതായത് ഞാനും എന്നെ കേൾക്കുന്ന പ്രേക്ഷകന് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നിരക്കായിരുന്നു അല്ലെങ്കിൽ 1 യൂണിറ്റ് വൈദ്യുതി
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാലറി കോസ്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് 600 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ആ 600 രൂപയുടെ സ്ഥാനത്ത് നിങ്ങളത് 250 രൂപ പോലും അടയ്ക്കേണ്ടായിരുന്നു. മാത്രവുമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താപവൈദ്യുതിയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ റോ മെറ്റീരിയലിന് വിലയുണ്ട്. നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയിൽ നിന്നാണ്. അപ്പൊ തന്നെ അതിന്റെ റോ മെറ്റീരിയല് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജലത്തിൽ നിന്നാണ്. അപ്പം അതിന്റെ ഒന്ന് ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതെ വരുന്നത് ഈ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം. അതും ഒരു കാര്യം കൂടി പറയാം. ഇവർ വലിയ അഭിമാനത്തോടെ പറയും ഇന്ന് കേരളത്തിലെ ട്രേഡ് യൂണിയനിൽ ഇത്ര ശതമാനം ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്, അതായത് 70-75%. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ജനങ്ങളിലേക്ക് ഇത് പമ്പ് ചെയ്യാണ്. ഇതിനു മുമ്പിലത്തെ വൈദ്യുതി ചാർജ് വർധന ശമ്പള പരിഷ്കരണത്തിന് ശേഷം കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ, എന്നെ കേൾക്കുന്നവർ പറയട്ടെ, അല്ല നിഷേധിക്കട്ടെ, 2-3 ടെലിഫോൺ നമ്പർ കൊടുത്തിരുന്നു. അങ്ങോട്ടൊക്കെ അവരുടെ 2 മാസത്തെ ശമ്പളം, അധികം കിട്ടിയ ശമ്പളം അവരോട് അടയ്ക്കാനാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങി ഈ ട്രേഡ് യൂണിയനെ വളർത്താനും അതുവഴി പാർട്ടിയെ വളർത്താനുമായിട്ട് ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തട്ടെ. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലം അല്ലെ 10 കൊല്ലം വേണേ വെച്ചോട്ടെ, 10 കൊല്ലം തുടർച്ചയായി നഷ്ടത്തിൽ പോയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തിനാ നിലനിർത്തുന്നത്? പിന്നെ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് CAG പറയുന്നതും. ഇങ്ങനെ നഷ്ടത്തിൽ അധികകാലം മുന്നോട്ട് പോകാനാവില്ല, അത് സംസ്ഥാന സർക്കാരിന് വലിയ ബാധ്യത തന്നെയാണ് എന്നാണ് CAGയും പറയുന്നത്. നന്ദി ഡിജോ കാപ്പൻ. ടിൻഡു ദാസ്, ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ തന്നെ പറയുന്നത് ഇത് ട്രേഡ് യൂണിയൻ വളർത്താൻ മാത്രം, ഇടതുപക്ഷത്തിൻ്റെ അവരുടെ സംഘടനാ പ്രവർത്തനം നടത്താൻ മാത്രം, സർക്കാർ ചെലവിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോലി ചെയ്തവരോട് 2 മാസത്തെ ശമ്പളം തിരികെ അടയ്ക്കൂ, സ്ഥാപനത്തെ രക്ഷിക്കൂ എന്നുള്ള നയങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? ഈ CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് എന്നുള്ള കണക്ക് വരുമ്പോൾ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി നോക്കുമ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയല്ലേ സംസ്ഥാനം കടന്നു പോകുന്നത്? ടിൻഡു ദാസ്. വിനോദ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ എന്നാണ് CAG റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങളല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. KSRTC, KSEB, വാട്ടർ അതോറിറ്റി, അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലുള്ള ജനങ്ങൾക്ക് സേവനം നൽകുന്ന, ജനങ്ങൾക്ക് കുറഞ്ഞ തുകയിൽ സേവനം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭങ്ങളിൽ കൊണ്ടുവരാനുള്ള പദ്ധതി കാലങ്ങളായിട്ട് സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫലവത്താവുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 181 സ്ഥാപനങ്ങളിൽ 77ഓളം സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ സംരംഭങ്ങളിൽ വരുന്ന നഷ്ടമല്ല CAG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള നഷ്ടം ഈ മാനുവലായിട്ടും അതോടൊപ്പം സോഫ്റ്റ്വെയർ ടെക്നോളജിയിലൊക്കെ ആയിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറുമ്പോൾ അത് സർക്കാരിന് ശരിയായ രീതിയിൽ അതിൻ്റെ ലാഭം, അതിൻ്റെ റവന്യൂ വരുമാനം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു വലിയ വീഴ്ച. ഏതാണ്ട് 18,000 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നഷ്ടമായിട്ടുള്ളത്. KSEBയിലും അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷനിലും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടി 12,000 കോടിയോളം രൂപ കടമെടുക്കാമെന്ന് കാണിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നഷ്ടം, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വീഴ്ചയിൽ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 18,000 കോടിയോളം രൂപയാണ്. ഈ രൂപ തിരിച്ചു പിടിക്കാനുള്ള, ഈ റവന്യൂ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെയും ധനവകുപ്പിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. ധനവകുപ്പും സംസ്ഥാന സർക്കാരും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്. വിനോദ്, തീർച്ചയായും. അപ്പോൾ KSRTC, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ ആധുനികവൽക്കരണം വേണ്ട നിലയിൽ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും KSEB ആണെങ്കിൽ സ്മാർട്ട് മീറ്റർ അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ച് അത് നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ സർക്കാർ ചില എതിർപ്പുകൾ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് അത്തരം നിർദ്ദേശങ്ങൾ വെച്ചപ്പോഴും ചില എതിർപ്പുകളുമായി സംസ്ഥാന സർക്കാർ അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ അടക്കമുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. സ്മാർട്ട് മീറ്റർ പോലെയുള്ള ആധുനികവൽക്കരണത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനവും ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്നതിനൊരു കാരണമാകുന്നില്ലേ ടിൻഡു ദാസ്? ായിട്ട് നടത്തേണ്ടിയുള്ള പദ്ധതികൾ പലതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ട് ഇപ്പോൾ അതിന് ഉദാഹരണമായി പറയുന്ന കാര്യമാണ്. ഏതാണ്ട് 12,000 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തെ ഈ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. പക്ഷേ അത് ഈ തൊഴിലാളി യൂണിയൻ്റെയൊക്കെ ഇടപെടൽ കാരണം ഈ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാതെ വരുന്നു. അങ്ങനെയെങ്കിൽ ലാഭകരമാകേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ലാഭമായി ലഭിക്കേണ്ട തുകയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ റവന്യൂ വരുമാനത്തിൽ പിടിച്ചെടുക്കാനിരിക്കുന്നു.
KSRTC വരുന്ന നഷ്ടം, അതോടൊപ്പം തന്നെ അത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനം പൊതുഗതാഗതത്തിലൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങൾ വരുന്നതെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഒന്നിനും ഒരു കൃത്യതയില്ലായ്മയാണ്. ഈ വരുമാനം എങ്ങനെ പിടിച്ചെടുക്കണം, ഈ വരുമാനം എവിടെ കൊള്ളിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവനക്കാരുടെ അഭാവം, അല്ലെങ്കിൽ ജീവനക്കാർക്ക് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാതെ പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് ഈ തുക തിരിച്ചടയ്ക്കാൻ പറ്റാത്തത്. നമുക്കറിയാം വ്യക്തമായ രീതിയിൽ GST വരുമാനം പോലും പിരിച്ചെടുക്കാത്തൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച, ആ വീഴ്ചയുടെ ഫലമാണ് ഈ 18,000 കോടി രൂപ നഷ്ടം സംഭവിക്കാനായിട്ട് കാരണമായത്. വിനോദ്, തീർച്ചയായും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. അതിൽ 131-ൽ 77 നഷ്ടത്തിലാണ് എന്നുള്ള കണക്ക് CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിരിക്കുന്നു. KSRTC കണക്ക് സമർപ്പിക്കുന്നതേ ഇല്ല. 18,000 കോടിയോളം രൂപയുടെ നഷ്ടമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിയമസഭയിൽ നിന്നും ടിൻഡു ദാസും അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ജിജീഷും.